ഇടുക്കിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിൽ വെച്ച് മർദ്ദനം. മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലെ ബസ്സിലായിരുന്നു സംഭവം. മർദ്ദിച്ചത് അതേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ബസ്സിലുണ്ടായിരുന്ന +1 വിദ്യാർത്ഥിയാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സാധാരണ സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ അടിയും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് ക്രൂരമായിട്ടാണ് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠി തന്നെ മർദ്ദിക്കുന്നത്. പക്ഷെ അതിലും ക്രൂരമായൊരു വിനോദം, +1 വിദ്യാർത്ഥി, ആ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ആ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. എന്താണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം? ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ക്രൂരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഇതിലൊരു വിദ്യാർത്ഥിയെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠി മർദ്ദിക്കുകയായിരുന്നു. അത് ഒരേ സീറ്റിരുന്ന് യാത്ര ചെയ്യുന്നവരാണ്. അതിനിടയ്ക്കാണ് ഇവർ ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്രൂരമായി മർദ്ദിക്കുന്നു. ഒപ്പം എതിർദിശയിലിരുന്ന ഒരു കുട്ടി ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് വിവരങ്ങൾ പുറത്ത് അറിയുന്നത്, സ്കൂളിൽ അറിയുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരെ മർദ്ദനം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റു നടപടികളിലേക്ക് പോലീസ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തും. എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്താണ്, കുട്ടികളുടെ ഭാഗത്താണ് ഇതൊരു സാഹചര്യം ഉണ്ടായത്. കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ചും വാഹനത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സംഭവത്തിനിടെ വാഹനത്തിൽ വെച്ചാണ് ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായ മർദ്ദിച്ച ഒരു സംഭവമായിരുന്നു. എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. യെസ്, അങ്ങനെ ഒരു എന്നാ പറയുക, നമ്മൾ സാധാരണയൊക്കെ പറയും ഇതൊരു കുട്ടിക്കളിയാണെന്നൊക്കെ പറയും. അങ്ങനെ ഇതൊരു കുട്ടിക്കളിയായി വെറുതെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ ഈ കുടുംബത്തിന്, ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് പരാതിയുണ്ടോ? മറ്റ് നിയമപരമായ നടപടിക്ക് അവർ നീങ്ങുന്നുണ്ടോ? അതോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതാണോ ആവശ്യം? ടോം, വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ സംഭവം പുറത്തറിയുകയും ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടി പോലീസ് സ്വമേധയാ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥിക്കെതിരെ ആക്രമണം നടത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ സ്കൂൾ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവരും വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഈ സംഭവത്തിനിടയിൽ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ബസ്സിൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ അധ്യാപകരുടെ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ കൂടെ വാഹനത്തിൽ ആയുണ്ടാകണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം കുട്ടികളുടെ ഇടയിൽ ഇത്തരം ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ അധികൃതർ നടപടി സ്വീകരിച്ചു. അപ്പോൾ തന്നെ എന്ത് നടപടി സ്വീകരിച്ചു, ഇവരെ തടയാനുള്ള എന്ത് ഇടപെടലാണ് അവർ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് കൃത്യമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. എന്തായാലും പോലീസും ഇതനുസരിച്ചുള്ള ഇടപെടലിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ കാർമൽഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ പ്രശ്നം അടിയുണ്ടാകുന്നത്. സ്കൂൾ ബസ്സിൽ വെച്ചായിരുന്നു മർദ്ദനം. മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ മർദ്ദന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇവിടെ ഓർക്കുക, കൃത്യമായും രക്ഷിതാക്കളുടെ, അതോടൊപ്പം സ്കൂൾ അധികൃതരുടെ, അധ്യാപകരുടെ ഒരു ഇടപെടൽ ആവശ്യമുള്ള പ്രായമാണിത്. പ്രത്യേകിച്ചും കൗമാരപ്രായം പലതും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ, സിനിമകൾ പലരെയും അക്രമത്തിലേക്ക് തള്ളിവിടുന്നു. ലഹരി മാഫിയ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ നോക്കിയിരിക്കുന്നു. അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. അതല്ലെങ്കിൽ
നിങ്ങളുടെ കുട്ടികൾ കൈവിട്ടു പോകും. അവരെ കൃത്യമായും അവരുടെ ഈ രീതിയിലുള്ളൊരു സ്വഭാവ വൈകൃതമുള്ള അക്രമവാസനയുള്ള കുട്ടികളെ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടമാകും സംഭവിക്കാൻ പോകുക എന്ന് തിരിച്ചറിയുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.